ആ ഹരി, ഈ ജിത്തു മീര മാൻ മിസ്സിംഗ് കേസ് തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം 3 കഴിഞ്ഞു. ഇതുവരെ ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ പേരിലായിരിക്കാം കേസ് ഇപ്പോഴും തേഞ്ഞു മാഞ്ഞു കിടക്കുക. ഒരു വല്ലാത്ത തലവേദന പിടിച്ച കേസാണ്. താനൊരു കാര്യം ചെയ്യും, കൂടെ രണ്ടുപേരോട് കൂട്ടിക്കോ. പിന്നെ ഒരു കാര്യം, അവിടുത്തെ ലോക്കൽ പോലീസിന് ഒരു കാരണവശാലും ഇതിലിടപെടാൻ സാഹചര്യം ഉണ്ടാക്കരുത്. സാറേ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. പ്ലാൻ ബി എന്തായാലും ഈ കേസിന് ഫൈനൽ കണ്ടെത്തിയിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഒരുപാട് ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണ്. ഇങ്ങനൊരു തലവേദന കേസ് വരുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ച് നാളെന്തെങ്കിലും പറഞ്ഞ് ലീവ് എടുക്കായിരുന്നു. പോലീസ് ആക്ടിൽ മഫ്തി പോലീസിനെ കുറിച്ച് പറയുന്നില്ല. പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആകാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വരേണ്ടി വന്നത്. എൻ്റെ ഭാര്യയും പിള്ളേരെയും കാണാൻ പറ്റുമോ ദൈവത്തിനറിയാം. സാറ് ഇതെങ്ങോട്ട് പോയി മൂത്രമൊഴിക്കാൻ പോയിട്ട്? ആ വൃത്തിയായിട്ട മനുഷ്യൻ എവിടെയെങ്കിലും പോയി ചാവട്ടെ. അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല, അത് ജന്തു. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഹരിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസാ. രാജീവ്, സാർ. രാജീവേ. സാറേ. വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നോ. മിഠായി വേണ? എന്ത് മിഠായി സാറേ? പഴയ നാരങ്ങ മിഠായി, ഒരു നൊസ്റ്റാൾജിയ. എന്നാ താ സാറേ. സുനില, വെള്ളവും എടുത്ത്. എടോ സുനിലേ, താൻ മൂത്രമൊഴിച്ച് ഞാൻ കൈ എഴുതാറുണ്ടോ? ചിലപ്പോൾ ഓർക്കാറില്ല സാറ്. എന്നാലേ ഓർക്കണം, ചിലപ്പോൾ നമ്മൾ ആ കൈ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താലോ. മറക്കാതിരിക്കാനേ, സിമ്പിൾ എക്സ്പീരിയൻസ്, എ സ്മോൾ മെഡിസിൻ ടു റിമെമ്പർ. രാജീവേ, നമ്മളിപ്പോൾ പോണത് 3 വർഷം മുമ്പ് നടന്ന ജിത്തു മീര ഇവരുടെ മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടാണ്. ലോക്കൽ പോലീസും പൊളിറ്റീഷ്യന്മാരും തമ്മിലുള്ള എന്തോ ഒരു ഗെയിമാണത്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇടയിൽ. സാറേ, ഫോറസ്റ്റിനുള്ളിൽ വെച്ച് ജിത്തുവിനും മീരയ്ക്കും എന്തായിരിക്കും സംഭവിച്ചത്? ചെകുത്താങ്കാട്, നാട്ടുകാരിട്ടിരിക്കുന്ന പേര്. ഇവിടെ എന്തോ നെഗറ്റീവ് ശക്തി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. ചിലർ പറയണത് ഇവിടെ ഏതോ അജ്ഞാത ജീവി ഉണ്ടെന്ന്. എന്തായാലും 2 കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? എന്താടോ, എനിക്ക് പേടിയാവണ്ട? അല്ല, അതല്ല സാറേ, ഇനി രാത്രി പോയി കാട്ടിക്കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അങ്ങോട്ട് ചെല്ലടോ. ഇയാളാണ് മുകുന്ദൻ, ഈ ഒരു സെറ്റപ്പിൻ്റെ ഓണർ അല്ലേ? അതെ സാറേ. താൻ എത്ര നാളായി തുടങ്ങിയിട്ട്? 14 വർഷമായി സാറേ. ഇതിനിടയിൽ ഇത് വേറൊരാൾ മേടിച്ചായിരുന്നു. 1 വർഷത്തോളം അയാൾ നടത്തിയിട്ട് എനിക്ക് തന്നെ തിരിച്ചു തന്നു. അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും? ഈ രാത്രി കാട്ടിൽ വെച്ച് എന്തോ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞു സാറേ. അയാൾ എന്താ കണ്ടത്? എനിക്കറിയില്ല സാറേ. അങ്ങനെയല്ലല്ലോ മുകുന്ദ. മുകുന്ദൻ അറിയാതിരിക്കില്ലല്ലോ. താൻ അറിയേണ്ടതാണല്ലോ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ. എന്തായാലും 2 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും. ക്ലയൻസ് ആരെങ്കിലും വരാനുണ്ടെങ്കിലേ വിളിച്ചങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് തരും കേട്ടാ. സുനിൽ സാറേ, അയാൾ അവിടെ എന്തായിരിക്കും കണ്ടത്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. സാറേ. ഹരി, കാര്യങ്ങളൊക്കെ എന്തായി? സാറേ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ. ഇയാൾ എന്ത് കുന്തം കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല,
ഈ കേസിനൊരു എൻഡ് ഉണ്ടാവണം. തന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എടുത്ത് തലയിലേക്ക് എടുത്തു വെച്ച് തന്നതും. ഹരി, എനിക്ക് അത്രയ്ക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് മോളിന്ന്. സാറേ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ കേസിന്റെ അപ്ഡേഷൻ എന്ത് തന്നെയാണെങ്കിലും വിത്തിൻ സെക്കൻഡ്സിൽ എന്നെ അറിയിച്ചിരിക്കണം. എന്താടോ, തനിക്ക് ഉറക്കമൊന്നുമില്ലേ? ചുമ്മാ ഇരുന്നോ സാറേ? ആണോ? സാറ് ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാന്ന് ഓർത്ത് ഇവിടേക്ക് വന്നു. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുന്നുമ്മേൽ മുകുന്ദൻ എന്ന് എഴുതി വെച്ചേക്കണ കണ്ടു. അത് എൻ്റെ വീടാണ് സാറേ. തോന്നി എനിക്കത്. ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ 2 പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല? എൻ്റെ ഭാര്യയും മോളാണ് സാറേ. ആണോ? മോളാണെന്നല്ലേ? ആ, മോൾ എന്ത് ചെയ്യണ്? അവൾ ലണ്ടനിൽ റോയൽ ഹോസ്പിറ്റലിൽ നേഴ്സാണ്. മാരീഡാണോ? അല്ല സാറേ, നോക്കുന്നുണ്ട്. 21 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് ജിത്തു. സെയിം ഏജ്, ക്ലാസ്മേറ്റ്സ് മീര. 2022 മാർച്ച് മാസം 12-ാം തീയതി ഈ റിസോർട്ടിൽ വന്നിരുന്നു അല്ലേ? ഇവിടെ വന്നായിരുന്നു സാറേ. അവർ വന്ന് റൂമിൽ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. എന്താ താൻ കൊടുക്കാഞ്ഞ്? എനിക്ക് എന്തോ ഒരു വശപ്പശയ്ക്ക് തോന്നി സാറേ. കാട്ടിലേക്ക് പോണ താൻ കണ്ടോ? ഞാൻ കണ്ടായിരുന്നു പോണത്. പിന്നെ അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് നാട്ടുകാരും പോലീസുകാരും വന്ന് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയണത് അവരെ കാണാനില്ലെന്ന്. വർഷം 4 ആവാറായില്ല സാറേ. അവർ ജീവിച്ചിരിപ്പുണ്ടാവോ? ജീവിച്ചിരിപ്പുണ്ടാ? അയ്യോ, അത് എനിക്കറിയില്ല സാറേ. മരിച്ചുപോയി കാണും ഇനി. അങ്ങനെയാണ് ആ ഡെഡ് ബോഡി അവിടെ? അത് എനിക്ക് എങ്ങനെ അറിയാനും സാറേ? താൻ ഈ നാട്ടുകാരനല്ലേ? അതെ സാറേ. ഈ കാടിനെന്തോ ചെകുത്താൻ കാടെന്ന് പറയണത്? ഭയങ്കര പ്രശ്നമുള്ള കാടാണ് സാറേ ഇത്. ആണോ? എന്നാൽ പിന്നെ നമുക്ക് 2 പേർ കൂടി ആ കാട്ടിലേക്ക് ഇപ്പോൾ ഒന്ന് പോയാലോ? അയ്യോ സാർ, ഞാനില്ല ആ കാട്ടിലേക്ക്. എനിക്ക് പേടിയാ. നാളെ രാവിലെ നമ്മൾ ആ കാട് വരെ ഒന്ന് പോകും. സാറേ താൻ വരും. ജിത്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മീര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചെരുപ്പ് ഈ മരത്തിലാണ് കണ്ടത്. എന്താ താൻ ഈ കാട്ടിലേക്ക് വരാറില്ല എന്നല്ലേ പറഞ്ഞത്? സാറേ, ഞാൻ വരാറില്ല. എനിക്ക് പേടിയാ. ഇത് തൻ്റെ അല്ലേ? എൻ്റെ അല്ല സാറേ, ഞാൻ വലിക്കാറില്ല. പിന്നെ ആരുടേത്? ചിലപ്പോൾ ആ മൂപ്പൻ്റെ മോൻ്റെ ആയിരിക്കും. വേറെ ആരും ഇവിടെ അങ്ങനെ വരാറില്ലായിട്ട് എനിക്കറിയില്ല സാറേ. മൂപ്പൻ്റെ മകൻ ചോപ്പൻ അല്ലേ? ആ സാറേ. നീ സത്യം പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല
സാറ് ചോദിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല സാർ. ആ സാറേ, ആ റിസോർട്ടിൻ്റെ ഓണർ കുന്നുമ്മേൽ മുകുന്ദൻ, പിന്നെ ഒരു ചോപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ, രണ്ടുപേരും ചോദ്യം ചെയ്തു വരുക. ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ഡാ, നീ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മര്യാദക്ക് സത്യമെല്ലാം പറഞ്ഞ കോടതിയിൽ നിന്നെ മാപ്പസാക്ഷിയാക്കാം. പറയണം മര്യാദക്ക്. നീയാണത് ചെയ്തതെന്നറിയാം. കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് പറടാ. എനിക്കൊന്നും അറിയില്ല സാറേ. നീ സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. എനിക്കൊന്നും അറിയില്ല സാറേ. സാറേ, അവൻ പാവാണെന്ന് തോന്നുന്നു. അവനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു സാർ. മോളിൽ നിന്നുള്ള പ്രത്യേക ഓർഡറാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല കേസ് കളിക്കണമെന്നുള്ളത്. സാർ ഒന്നും ചെയ്യണ്ട സാറേ. അടുത്ത മാസം എന്റെ കല്യാണം. എടാ നീ വല്ലതും ചെയ്തേ ഏറ്റു പറ. വെറുതെ തല്ലു കൊണ്ടത് ചാവണ്ട. ഡോ, നിന്റെ അമ്മയുടെ നായരല്ല അവനോട് ചോദിക്കണം, ഞാനാ. എനിക്കറിയാൻ ചോദിക്കാൻ കേട്ടാ. അങ്ങ് മാറിക്കടാ. എഴുന്നേക്കടാ. വേണ്ട സാറേ. മര്യാദക്കല്ലേ നിന്റെ കല്യാണ സാധനം ഞാൻ പിഴിഞ്ഞെടുക്കും. ഞാൻ പറയാം സാറേ. മരുന്ന് ചെടി പറിക്കാൻ കുന്നുമ്പോൾ അപ്പം വന്നപ്പോ ഇവിടുന്ന് മീരാന്ന് വിളിച്ച് കരയുന്ന ശബ്ദം കേട്ടെന്ന് എന്നോടും അമ്മയോടും അപ്പം പറഞ്ഞു. അത് കേട്ട് ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ ആരും കണ്ടില്ല സാറേ. എനിക്ക് ഇവിടുന്ന് പെണ്ണെങ്കിലിടുന്ന നല്ലൊരു ചെരുപ്പ് കിട്ടി. ഞാനതെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. 2 ദിവസം കഴിഞ്ഞ് പോലീസുകാരും നാട്ടുകാരും കൂടി വന്ന് ഇവിടെ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് സാറേ ഞാൻ അറിയുന്നത് ചെക്കനും പെണ്ണിനെ കാണാനില്ലെന്ന്. അപ്പോൾ തന്നെ ഞാൻ ആ ചെരുപ്പ് കൊണ്ടൊന്ന് കുന്നിന്റെ മുകളിൽ ഇങ്ങോട്ട് എറിഞ്ഞു സാറേ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ആ മൂപ്പനൊന്ന് കാണണം. അപ്പോൾ വെച്ചിട്ട് 2 വർഷം സാറേ. താനെന്താ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു? സാറേ അത് അപകടമാണ്. എടോ, അത് എന്താന്നാ ചോദിച്ചത്? കാട്ടൂർ വനത്തിൽ നിന്ന് ഏതോ ഒരു മനുഷ്യമൃഗം പോലത്തെ ഒരു ജീവി ഈ കാട്ടിൽ വന്നു പോകുന്നുണ്ട്. താൻ അടുത്ത കഥ ഇറക്കണ? അല്ല സാറേ, സംശയം ഈ ചോപ്പറോട് ചോദിച്ചു നോക്ക്. അല്ല സാറേ, ഈ മൂന്തൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഈ കാട്ടിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിന്റെ കൂടെ പോയവർ ഇതുവരെ തിരിച്ചു വന്നില്ല. അവര് തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. എടോ, തന്നെ ഞാൻ സാറേ എന്റെ കുത്തിന് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അടുത്ത കഥാപാത്രം ഇറങ്ങേണ്ട സമയമായി. ഫോറസ്റ്റിൽ കാണാതായ ജിത്തുവിൻ്റെ ഫാദർ തോമസ് അല്ലേ? അതെ. താനെങ്ങനെ വന്നത്? കാരണം തോമസിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര നേരം വേണം വരാൻ? സാർ, ഞാൻ ഇറങ്ങുന്ന നേരത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഞാൻ തന്നെയാണ് അത് ശരിയാക്കിയത്. ജിത്തുവിനെ കാണാത്തതിന് ശേഷം ഞാൻ ആരുടെ വണ്ടിയിൽ കയറാറില്ല സാർ. നാട്ടുകാരുടെ ചോദ്യം കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സാർ. തോമസ് ഇപ്പോഴും എൻ്റെ ചോദ്യത്തിനല്ലല്ലോ ഉത്തരം പറയുന്നത്. 10-20 കിലോമീറ്റർ. ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ. മുകുന്ദ, ചായ കൊടുക്ക് തോമസിന്. വേണ്ട സാർ. ആ, മേടിച്ചു കുടിക്കടോ. മുകുന്ദൻ അവിടെ നിൽക്ക്, പോവല്ലേ? ഈ ജിത്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മീര എന്ന് പറയുന്ന കുട്ടിക്ക് സ്വന്തം ബന്ധം എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മ മാത്രം. അത് കഴിഞ്ഞ ദിവസം ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. അറിഞ്ഞായിരുന്നു സാർ.
ആ തോമസേ, തന്നെ വിളിച്ച കാര്യം പറയാം. ജിത്തു മീരയും ജീവനോടെ ഉണ്ട്. അവരെ കണ്ടെത്തി. സാർ, എൻ്റെ മോൻ എവിടെയാണ് സാർ? പറയൂ സാർ. സാർ, എൻ്റെ മോൻ എവിടെയാണ് സാർ? പറയൂ സാർ. പറയൂ സാർ. ഹരിസാറേ, ഈ ജിത്തുവിനെ മീരനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ മുഖത്ത് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ച ഭാവവ്യത്യാസമൊന്നുമില്ല. സാറേ, ചോപ്പൻ്റെ മുഖത്ത് കേട്ടപ്പോൾ ഭാവവ്യത്യാസം കാണാം. എന്തോ പേടിച്ച് നിൽക്കുന്ന പോലെ. ഈ മുകുന്ദൻ്റെ കണ്ണുകളിലും നമ്മൾ ഉദ്ദേശിച്ചൊരു സംഭവം വന്നിട്ടില്ല. പക്ഷെ മുകുന്ദൻ്റെ ഓരോ മൂമെൻറ്റിലും കാലിടറുന്നുണ്ട്. ഈ ചോപ്പൻ തൽക്കാലം ഗ്രൗണ്ടിൽ നിൽക്കട്ടെ, ഔട്ടാക്കണ്ട. നല്ല തണുപ്പുണ്ട്. ബോഡി ഒന്ന് ചൂടാക്കാൻ എന്തൊരു വഴി? സാറേ, കുപ്പി നമുക്ക് രണ്ടെണ്ണം മേടിച്ചാലോ? മൊത്തത്തിലൊന്ന് ചൂടായി കിട്ടും. മേടിച്ചാലോ? അതല്ലടോ, അല്ലാതൊന്ന് ചൂടാക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ അവിടെ? സുനിൽ സാറേ, ആളുടെ സൂക്കേടനെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കിട്ടില്ല അതിനൊന്നും. താനൊന്നും മിണ്ടാതിരിക്ക്, സാറ് കേൾക്കും. കേട്ടോ, എനിക്കിവിടെ പറയിക്കണ്ട. രാജീവേ, അങ്ങേര് എന്തെങ്കിലും ചെയ്യട്ടെ. സാറ് വിളിക്കുന്നു, ചെന്ന് വണ്ടി എടുക്ക്. ഇതിലും ഭേദം വല്ല മോപ്പണിക്ക് പോകണമെന്നായിരുന്നു. അയ്യോ അയ്യോ വേണ്ട സാർ. അയ്യോ അയ്യോ വേണ്ട 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 സാർ. അയ്യോ സാർ, എന്നെ തല്ലിക്കൊന്നാലും ശരിയാ. എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? കൈയിടണം, കയ്യെന്ന് വിടണം. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. തന്നോടല്ലോ പറഞ്ഞ് വേണ്ടെന്ന്. ഇയാളവിടെ ചത്തുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജോലി വേണ്ടത്. താൻ തന്നെ ബന്ധം ഉപയോഗിച്ച് ഊരിപ്പോയി. അതേടാ, സ്പെഷ്യൽ എൻക്വയറി കേസായിട്ട് എന്റെ തലയിലേക്ക് എടുത്തു വെച്ചതേ ഞങ്ങൾ നമ്മളുടെ ബന്ധം കൊണ്ട് തന്നെയാടാ. ഈ കേസ് ഒന്ന് ഊരി പോരാനോ എനിക്കറിയാം. നീയൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴല്ല നിന്റെ അണ്ണാക്കിലിരിക്കും ജോലി. മനസ്സിലായ? ദേഹത്തൊട്ട് വിളിക്കാൻ പറഞ്ഞോ പന്നം. സാറേ, വേണ്ട സാർ. സാറേ, ക്ഷമിക്കണം സാറേ. സാറേ, ജോലി പോകുന്നോർത്തണ്ട സാറേ. സാറേ, സാറേ പറ്റിപ്പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സാറേ. സാറേ, ആ നാറിനെ പിടിച്ച് മരത്തിൽ കെട്ടടാ. അയ്യോ അയ്യോ വേണ്ട സാർ, വേണ്ട സാർ, വിടു സാർ, എന്നെ വിടു സാർ. അയ്യോ അയ്യോ, എനിക്കൊന്നും അറിയില്ല സാറേ. വിടു സാർ, ഞാനും ചെയ്തിട്ടില്ല സാറേ. സാറേ, അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അഴിച്ചു വിട് സാറേ. അനങ്ങോട്ട് നിൽക്കണം സാറേ. വിട് സാറേ. സാറേ, വേണ്ട സാറേ. എന്നെ കൊന്നാലും ശരി, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ സാറേ പറയണേ? നീ ഒന്നും പറയണ്ടടാ. നീ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ചേ നോക്കിയേ, എനിക്കൊരു യുക്കൂല്ല. എടാ കൊന്നുമ്മേ മൂന്നാ, 4 വർഷമായിട്ട് ഇവിടത്തെ പോലീസുകാർ തലകുത്തി മറിഞ്ഞിട്ട് തെളിയാത്ത കേസ് ഞാൻ തെളിയിക്കാനാ. ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ച ആളാ ഞാൻ. അതെങ്ങനെ? നിന്റെ ഭാര്യ മോള് നല്ല ഉരുപ്പടിയല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ടേ ഞാൻ നിന്റെ വീട്ടിലേക്കൊന്ന് നിരങ്ങാൻ പോവാ. ഞാൻ അവരൊന്ന് കാണട്ടെ. സാറൊരു മറ്റടുത്ത പരിപാടി കാണിക്കല്ലേ? ഓടാ നാറി. നിനക്ക് വേണമെങ്കിൽ നീ വാ. ആദ്യം ഞാൻ അത് കഴിഞ്ഞിട്ട് അയക്കാം. സാറേ, പോലെ പോലെ സാറേ, ഞാൻ പറയാം. എന്താ കൊന്നുമ്മേ മോൻ താനിങ്ങനെ?
പറ പറയ്. സാറാ ചെറുക്കനും വേണം ഇവിടെ അമ്മൂറി ചോദിച്ചു വന്നത്. ഞാൻ കൊടുത്തില്ല. ആ ദേഷ്യത്തിൽ ആ ചെറുക്കൻ എന്നെ കുറെ ചീത്ത വിളിച്ചു. ഇത് കണ്ട് ആ ചെറുക്കൻ ആ പെണ്ണിനെ കൂട്ടി കാട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ ആ ദേഷ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചു. ആ തോമസ്, തന്നോട് ഇതെങ്ങനെ പറയണമെന്നറിയില്ല. നിങ്ങളുടെ മകൻ ജിത്തുവും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയില്ലേ, അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. സാറേ, സാറെന്താണ് പറയണത്? എൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് സാർ? എന്താണ് സാറേ ഇത്? മോനെ ഒന്നുമേ മുകുന്ദൻ വാ തുറന്നടാ. ഗർഭപാത്രത്തിൽ നിന്ന് ഫോണും തൂക്കി ഇറങ്ങി വരുന്ന പിള്ളേരുള്ള ഈ കാലഘട്ടത്തിലെ ഊളത്തരം കാണിക്കുമ്പോ സൂക്ഷിക്കേണ്ട തോമസേ. മകന്റെ ഫോണിൽ പതിയൊന്ന്. സാറാ ചെറുക്കനും വേണം ഇവിടെ അമ്മൂറി ചോദിച്ചു വന്നത്. ഞാൻ കൊടുത്തില്ല. ആ ദേഷ്യത്തിൽ ആ ചെറുക്കൻ എന്നെ കുറെ ചീത്ത വിളിച്ചു. ഇത് കണ്ട് ആ ചെറുക്കൻ ആ പെണ്ണിനെ കൂട്ടി കാട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ ആ ദേഷ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചു. പോലീസ് വന്ന് ചെക്കനോട് സംസാരിച്ചപ്പോൾ ഫാം നടത്തുന്ന തോമസിൻ്റെ മകനാണെന്ന് അറിഞ്ഞു. തോമസ് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരനും പണക്കാരനും ആയതുകൊണ്ടാവാം പോലീസ് തിരികെ പോയി. സാറേ, കുറച്ച് സമയം കഴിഞ്ഞ് കാട്ടിൽ നിന്നിറങ്ങി വന്ന തോമസ് താനാണല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചത്? തോമസ് സാറിൻ്റെ മോനാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. രണ്ടെണ്ണത്തിനെ ഞാൻ തീർത്തു. പറ്റുമെങ്കിൽ ആ ബോഡികൾ ആരും അറിയാതെ ഇല്ലാതെയാക്കണം. കാശെത്ര വേണമെങ്കിലും ഓഫീസിൽ നിന്ന് മേടിച്ചു. 5 or 10 എത്ര വേണമെങ്കിലും. ഒരു ജോലി ഏറ്റെടുത്താൽ അത് കറക്റ്റായിരിക്കണം. അല്ലേ മാഞ്ചിയം തോമസ് ആരാണെന്ന് താൻ അറിയും. സാറേ, ഒരു എവിഡൻസ് ഇല്ലാണ്ട് ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? ആ ബോഡി രണ്ടും എടുത്ത് ആ കാട്ടിന് ആദ്യം കൊണ്ടാ ആ ചെകുത്താൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ. അതിൻ്റെ ശല്യം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? മാർച്ച് മാസമൊക്കെ അല്ലേ സാറേ, സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ശരി, ക്യാഷ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ. സാറേ, തോമസിന്റെ അവിഹിത ബന്ധം സ്വന്തം മകൻ ഫോണിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ പേരിലാണല്ലോ തോമസ് മകനെ കൊന്നത്. കൂടുതൽ ആ പെണ്ണിനെ. തോമസിന്റെ മകന്റെ ജീവനേക്കാൾ വലുതാണോ അയാൾക്ക് അയാളുടെ മാനം? മാഞ്ചിയം തോമസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സ്വത്തുക്കൾ മുഴുവൻ പെണ്ണുമ്പളുടെ പേരില്ല. പെണ്ണുമ്പുള്ള അവിഹിതം അറിഞ്ഞിരുന്നെങ്കിലേ മാഞ്ചിയം തോമസ് ഒരു മൂഞ്ച തോമസ് ആയിപ്പോയാനെ.